ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ലൈനേഴ്സ് കുറിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതെന്താ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്നൊക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യമായിട്ടൊരു ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ വരുത്തേണ്ട മിസ്റ്റേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിതേ നമ്മൾ പാടത്തിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടേക്കാണ് ഈ പോയതെന്ന് നിങ്ങൾ കരുതും. കാരണം ആഫ്റ്റർ സോ മെനി ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബാഗ് എടുത്തിട്ടിരിക്കുന്നത്. ഞാൻ എവിടെ പോയെന്നൊക്കെ പറഞ്ഞുതരാം. ഒരു തമാശ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. കണ്ടോ, ഈ ഒരു കവറ്, പിന്നെ പച്ചക്കറി. അപ്പം കവറിൽ മീമിയാണ് ഗൈസ്. മീമിന്ന് വെച്ചാൽ നമ്മളൊരു 70-80 രൂപയ്ക്ക് മീൻ വാങ്ങി. അയിലൊക്കെ ആണെങ്കിൽ 150 രൂപയാണ് അര കിലോ അയില കേട്ടോ. മറ്റ് പിന്നെ തൊടാനേ പറ്റൂല. അപ്പോൾ അമ്മ കഴിക്കുന്ന മീനിൽ പിന്നുള്ളത് അയിലയാണ്. അപ്പം നമ്മൾ ശരി എനിക്ക് കാക്കിലോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ 250 വാങ്ങി. എനിക്ക് എന്നെ നാണക്കേടായി ഗൈസ്. എനിക്ക് എന്നെ എന്തോ പോലെ. കാരണം വലിയൊരു കവറും അതിൻ്റെ ഉള്ളിൽ ആകെയുള്ളത് ഒരു 3-4 കുഞ്ഞയിലയും. എന്തായാലേ, അപ്പം ഇവിടെയൊക്കെ മീൻ ഭയങ്കര ക്ഷാമമാണ്, ഒന്നാമതേ അറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ ആ രീതി പറഞ്ഞു. പിന്നെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നോർമൽ ഒരു ഫണ്ണി ടോക്ക് പ്ലസ് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇഷ്യൂ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, സൈബർ ബുള്ളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും അതിന് ഒരു ഇരയാണ്. പക്ഷേ എന്തോ ഒരു മനോധൈര്യം, അതുപോലെ തന്നെ എൻ്റെ കൂടെ കട്ടക്കി നിൽക്കാൻ എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് വെച്ചാൽ കുറേ പേരെടുത്തൊന്നും ഞാനിത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഷെയർ ചെയ്യുന്ന 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാനിത് ഷെയർ ചെയ്യുമ്പം അവരതിനനുസരിച്ചുള്ള സൊല്യൂഷൻ, അതുപോലെ തന്നെ നീ ഇതൊന്നും കേട്ട് തളരരുത്. അപ്പോൾ അങ്ങനെ ഒരു, പക്ഷേ എപ്പോഴും നമുക്ക് ഒരേ മൈൻഡ് ആയിരിക്കില്ല. എനിക്കാണെങ്കിൽ പോലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, പാരൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും ഞാൻ സ്ട്രോങ് മൈൻഡഡ് അല്ല. പലപ്പോഴും എനിക്കത് ഹേർട്ട് ആവാറുണ്ട്. കാരണം മനുഷ്യന്മാർക്കുള്ളതാണ് ഈ മൂഡ് സ്വിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടെത്തുന്നൊരു മാർഗ്ഗം എന്താണെന്ന്